ഹലോ ഫ്രണ്ട്സ്, സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രകാശ് പറയാണ്, അല്ല സാറേ, ഇത്രയൊക്കെ എത്തിയ സ്ഥിതിക്ക് ഇതിൻ്റെ പേരിൽ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ സംഭവിക്കുമോ? ഇത് കേട്ട ത്യാഗരാജൻ, ഏയ് അതാലോചിച്ച് പ്രകാശ് പേടിക്കേണ്ട, എന്നെ തനിക്ക് വിശ്വാസമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ പ്രകാശിനെ സേഫാക്കി നിർത്തിയിട്ട് മാത്രമേ ഞാൻ എന്ത് ഗെയിമിനും ഇറങ്ങത്തുള്ളൂ. പിന്നെ താനും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ശരി പ്രകാശ്, കാര്യങ്ങളൊക്കെ പറഞ്ഞതുപോലെ. അടുത്ത രംഗത്തിൽ ദേവികയും എസ് പിയും ഐസക്കും കുരുവിള എന്നിവരുടെ സംഭാഷണമാണ് കാണിക്കുന്നത്. ദേവിക, എല്ലാ കാര്യങ്ങളും ഓക്കെ ആയില്ലേ? അയാളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ടുണ്ടോ? ഇത് കേട്ട എസ് പി, മേഡം പേടിക്കാതെ ഇരിക്കൂ. അവിടേക്ക് ഐസക് കുരുവിള വരുന്നു. ആ, താനെത്തിയോ? തന്നെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ മുഷിഞ്ഞു. ദേ MLA കാണാൻ വന്നിട്ടുണ്ട്. മുകളിൽ നിന്ന് തനിക്കൊരു അനുമോദന ചടങ്ങിന്റെ കത്ത് വന്നിട്ടുണ്ട്. ദേ വായിച്ചു നോക്കിക്കേ. ഐസക് കുരുവിള, സാർ ഇതെന്താ ഇത്? എസ് പി, അതെ, തനിക്ക് 3 മാസം അവധി. പിന്നെ എവിടെ ജോയിൻ ചെയ്യണമെന്നും എവിടെ ജോലി എടുക്കണമെന്നും മുകളിലുള്ളവർ അറിയിച്ചോളും. ഇതേട്ട ഐസക് കുരുവിള പറയാണ്, സാർ ഇവർ സ്വാധീനിച്ചിരിക്കുകയാണ്. MLA സാറെ അത് സ്വാധീനിച്ചു. ദേവിക, സാർ ഇതിനുള്ള മറുപടി ഞാൻ കൊടുത്തോട്ടെ? അതെ, ഞാൻ സ്വാധീനിച്ചു. സത്യത്തിനെതിരെ പ്രവർത്തിക്കാനല്ല ഞാൻ സ്വാധീനിച്ചിരിക്കുന്നത്. അല്ലാതെ ഇസബെല്ലയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനും അവളെ പോലുള്ളവരെ തൃപ്തിപ്പെടുത്താനും വേണ്ടിയിട്ടല്ലല്ലോ ഞാൻ SP സ്വാധീനിച്ചിരിക്കുന്നത്. ഇത് കേട്ടുകൊണ്ടിരുന്ന ഐസക് കുരുവിള പറയാണ്, മാഡം സൂക്ഷിച്ചു സംസാരിക്കണം. ദേവിക, സൂക്ഷിച്ചു സംസാരിക്കേണ്ടതും ഈ യൂണിഫോമിനോടും ഈ തൊപ്പിയോടും ആത്മാർത്ഥത കാണിക്കേണ്ടതും താങ്കളായിരുന്നു. അല്ലാതെ ഒരു കുടുംബത്തിനു വേണ്ടി, അതും ദുഷ്ടപ്രവർത്തികൾക്ക് വേണ്ടി പ്രവർത്തിക്കാനായിരുന്നില്ല താങ്കൾ നോക്കേണ്ടിയിരുന്നത്. ഐസക് കുരുവിള, സാർ ഇത് ശരിക്കും ചതിയാണ്. ഇത് കേട്ട SP പറയാണ്, ചതിയാണിടോ. MLAയും ജനപ്രതിനിധികളും നമ്മളെക്കാൾ മുകളിലുള്ളവരാണ്. അതുകൊണ്ട് MLA ബഹുമാനിച്ചേ മതിയാകൂ. താൻ എന്തായാലും റെസ്റ്റ് എടുക്ക്. പുതിയ ടീമിനെ അപ്പോയിൻമെന്റ് ചെയ്തിട്ടുണ്ട്. വസുന്ധര IPS എന്ന് കേട്ട് കാണുമല്ലോ. എന്തായാലും തന്നെക്കാൾ ഉഷാറായിട്ടുള്ള ടീം തന്നെയാണ് ഇനി വരാൻ പോകുന്നത്. നന്ദനെ കണ്ടെത്തുകയും ചെയ്യും. ഇത് കേട്ട ഐസക് കുരുവിള, സാർ ഞാൻ ആത്മാർത്ഥത പുലർത്തുന്ന ഒരു ഓഫീസറാണ്. ഇത് കേട്ട SP, അതുകൊണ്ടാ പറഞ്ഞത് കുറച്ചു കാലം റെസ്റ്റ് എടുക്കാൻ താൻ പോയിക്കോ. അടുത്ത രംഗത്തിൽ വസുന്ധര IPSഉം പ്രഭാവതി സിദ്ധാർത്ഥും തമ്മിലുള്ള സംഭാഷണമാണ്. സിദ്ധാർത്ഥ്, ആ മേഡമായിരുന്നോ? മേഡത്തിനെ ഞാൻ പ്രതീക്ഷിച്ചു. ഇത് കേട്ട വസുന്ധര, ആ ഞാനാണ് പുതിയ കേസ് അന്വേഷണത്തിന്റെ ചുമതല ഏറ്റിരിക്കുന്നത്. സിദ്ധാർത്ഥ്, ആ ഞാനിപ്പോൾ അറിഞ്ഞു മേഡം. മേഡം അകത്തേക്ക് വരും. മേഡത്തിലാണ് ഒരുപാട് പ്രതീക്ഷ. എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ മകനെ കണ്ടെത്താൻ പറ്റുമെന്ന്. പ്രഭാവതി, മേഡം എൻ്റെ മോനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി തരണം. ഒരുപാട് ഞങ്ങൾ എല്ലാവരും പരിശ്രമിച്ചു. ഒരുപാട് ദൈവങ്ങളെ വിളിച്ചു. പക്ഷേ ഒന്നിനും ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. ഇനി മേഡത്തിലാണ് വിശ്വാസം. ഇത് കേട്ടുകൊണ്ടിരുന്ന വസുന്ധര, എന്നെ വിശ്വസിച്ചോളൂ. പക്ഷേ നന്ദനെ കണ്ടെടുത്ത് തരാമെന്ന് എനിക്ക് ഉറപ്പൊന്നും തരാൻ പറ്റില്ല. ശ്രമിക്കാം. ഈ ഇട്ടിരിക്കുന്ന യൂണിഫോമിനോടും തൊപ്പിയോടും 100% ആത്മാർത്ഥത കാണിക്കും. അതുകൊണ്ട് എൻ്റെ മാക്സിമം ഞാൻ പ്രവർത്തിക്കും. അതുകൊണ്ട് തന്നെ ഞാനൊരു ചോദ്യം ചോദിക്കും. ഇപ്പോൾ നമ്മൾ 3 പേരും മാത്രമേ ഇവിടെയുള്ളൂ. എനിക്ക് പല കഥകളെക്കുറിച്ചും അറിയാം. ഋഷിയും നന്ദനും തമ്മിലുള്ള പ്രശ്നവും പിന്നീട് നന്ദന്റെ ഒളിച്ചോട്ടം, അങ്ങനെ പലതും. ഇവിടെ നിന്നും രാമയ്ക്ക് രാമായണം നന്ദനെ കടത്തിയിട്ട് എസ്തപ്പാന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്നും എവിടേക്കാണ് കൊണ്ടുപോയത്? നിങ്ങൾ സത്യം തുറന്നു പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഈ കേസ് എത്രയും പെട്ടെന്ന് ഒതുക്കി തീർക്കാം. ഇത് കേട്ട് പ്രഭാവതി, മേഡം എന്താ ഈ പറയുന്നേ? വസുന്ധൻ, അഭിനയിക്കല്ലേ? നിങ്ങളുടെ അഭിനയം ഈ വസുന്ധരയോട് വേണ്ട. ആള് മാറിപ്പോയി. സിദ്ധാർത്ഥ്, മേഡത്തിനോടൊരു വിശ്വാസമുണ്ടായിരുന്നു. ഈ പറയുന്ന മീരയുടെ കേസിൽ ഞങ്ങളെ കൊലക്കാരിൽ നിന്ന് രക്ഷിച്ചത് മേഡമാണ്. അതുകൊണ്ട് പറയുന്നതാ. സത്യത്തിൽ ഞങ്ങൾക്ക് അറിയില്ല നന്ദൻ എവിടെയാണ്. മേഡം കൂടി കൈവിട്ട് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കൊരു ജീവിതമില്ല. ഞങ്ങളുടെ മോൻ എവിടെയാണെന്ന് അറിയില്ല. അബദ്ധങ്ങൾ ഒരുപാട് പറ്റിപ്പോയി. പക്ഷേ ഇപ്പോൾ ഈ നടക്കുന്ന സംഭവങ്ങളിൽ ഒരറിവുമില്ല. 1 മാസത്തോളമായി എൻ്റെ കുഞ്ഞിനെ കാണാതായിട്ട്. വസുന്ധര, ശരി, എന്തായാലും നമുക്ക് കണ്ടെത്താം. പിന്നെ ദേവിയെയും MLAയും എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വിളിച്ചു വരുത്തണം. അടുത്ത രംഗത്തിൽ സിദ്ധാർത്ഥനും ദേവികയും തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ് കാണിക്കുന്നത്. സിദ്ധാർത്ഥ്, മോളിതെവിടെയാ? ദേവിക, ഞാനിതാച്ചാ വന്നുകൊണ്ടിരിക്കുകയാണ്. സിദ്ധാർത്ഥ്, ആ ഇവിടെ വസുന്ധര മേഡം എത്തിയിട്ടുണ്ട്. ഇത് കേട്ട ദേവിക, ആ ഞാൻ അറിഞ്ഞു, ഇപ്പോൾ തന്നെ വരാം. CPയും അരുന്ധതിയും സംഭാഷണമാണ് അടുത്ത രംഗത്തിൽ കാണിക്കുന്നത്. CP, മേഡം അറിഞ്ഞോ? അരുന്ധതി, എന്താ CP? അതെ, നമ്മുടെ നന്ദന്റെ കേസ് അന്വേഷിക്കാൻ പോകുന്നത് പുതിയൊരു ടീമാണ്. ഐസക് കുരുവിളയെ പുറത്താക്കി. അയാൾ ഇനി 3 മാസം അവധിയിലാണ്. ഇത് കേട്ട അരുന്ധതി, ഓഹോ, അങ്ങനെയൊക്കെ കാര്യങ്ങൾ എത്തിയോ? CP, അതെ, ദേവിക ഇടപെട്ടിട്ടാണ് പുതിയ ടീമിനെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്.
ആളാരാണെന്ന് അറിയാമോ? വസുന്ധര IPS. ഇത് കേട്ട അരുന്ധതി ആ ദേവികയെയും കുടുംബത്തെയും ഒരുപാട് കേസുകളിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് കൊണ്ട് തന്നെ അവൾ തന്നെയായിരിക്കും ഈ ഒരു IPSനെ അപ്പോയിൻമെന്റ് ചെയ്തത്. മിടുക്കിയാണ്. ആർക്കും ആ സ്ത്രീയെ സ്വാധീനിക്കാനായിട്ട് കഴിയില്ല. അങ്ങനെയുള്ളപ്പോൾ നന്ദനെ കണ്ടെത്താനായിട്ട് പറ്റും. നന്ദനെ കണ്ടെത്തിയാലുടൻ നമുക്ക് നമ്മുടെ ഋഷിയെയും തിരിച്ചു കിട്ടും. ഇത് കേട്ട CP, മാഡം എന്താ ഈ പറയുന്നേ? അതെങ്ങനെയാ നന്ദനെ കണ്ടെത്തുമ്പോൾ ഋഷിയെ തന്നെ കിട്ടുക? നമുക്ക് വസുന്ധര മാഡത്തിനെ കണ്ട് സംസാരിക്കേണ്ടതുണ്ടോ? അരുന്ധതി, അതിന്റെ ആവശ്യമില്ല. നന്ദൻ എപ്പോൾ ദേവികയുടെ അടുത്ത് എത്തുമോ അപ്പോൾ ദേവിക ഋഷിയെ വിടും. CP, മാഡം എന്താ ഈ പറയുന്നേ? അരുന്ധതി, അതെ CP, ഇനി CPയോടൊന്നും മറച്ചു വയ്ക്കുന്നില്ല. നന്ദൻ എവിടെയാണെന്ന് അറിഞ്ഞാൽ മാത്രമേ ദേവികയും എസ്തപ്പാനും നമ്മുടെ മോനെ വിടത്തുള്ളൂ. തുടർന്ന് പഴയ ഫ്ലാഷ് ബാക്ക് പറയുന്നുണ്ട്. ഇത് കേട്ട CP പറയാണ്, മാഡം ഇതിനിടയിൽ ഇത്ര വലിയ ചടന്നോ? ദേവികയ്ക്ക് ഇങ്ങനെ ഒരു മുഖമുണ്ടായിരുന്നോ? അരുന്ധതി, ഏയ്, CP കരുതുന്നത് പോലെ അവൾ ഋഷിയെ ഒരിക്കലും ഉപദ്രവിക്കത്തൊന്നുമില്ല. പക്ഷേ നന്ദൻ എവിടെയാണെന്ന് അത്രയും പെട്ടെന്ന് തെളിയണം. എന്നിട്ട് വേണം മുന്നോട്ട് നീങ്ങാനായിട്ടും. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്ത രംഗത്തിൽ വസുന്ധര വീണ്ടും ദേവികയോടും കുടുംബത്തോടും നടത്തുന്ന ചോദ്യം ചെയ്യലാണ് കാണിക്കുന്നത്. പ്രഭാവതി, മാഡം എത്രയും പെട്ടെന്ന് എൻ്റെ മോനെ കണ്ടെത്തി തരണം. ദേവിക, അമ്മ പേടിക്കാതിരിക്കെ. മിരിയുടെ കേസിൽ തീരുമാനമെത്തിച്ചത് ഈ നിൽക്കുന്ന വസുന്ധര മാഡമല്ലേ? അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം. ഇത് കേട്ട വസുന്ധര പറയാണ്, അങ്ങനെ പറഞ്ഞു കൊടുക്കു ദേവിക. അമ്മയ്ക്കൊരു വിശ്വാസക്കുറവ് പോലെ. അപ്പോൾ ദേവിക പറഞ്ഞതുപോലെ എവിടെയാ തൻ്റെ ഭർത്താവ് നന്ദനെ മറച്ചു വെച്ചിരിക്കുന്നത്? ദേവിക, മാഡം എന്താ ഈ പറയുന്നത്? വസുന്ധര, ദേവിക, വെറുതെ എൻ്റെ മുന്നിൽ നിന്ന് കുരങ്ങ് കളിക്കാൻ നിൽക്കല്ലേ. നിങ്ങൾ രാഷ്ട്രീയ കുടുംബമാണ്. XMLAയും MLAയും ഒക്കെയായി ഒരുപാട് രാഷ്ട്രീയക്കാരുള്ള കുടുംബം. അവർക്ക് അഭിനയിക്കാൻ നന്നായിട്ടറിയാം. പക്ഷേ ഈ വസുന്ധരയോട് ആള് മാറിപ്പോയി. എൻ്റെ മുന്നിൽ നിന്റെയൊന്നും അഭിനയം നടക്കില്ല. എത്രയും പെട്ടെന്ന് നന്ദൻ എവിടെയാണ്, അവൻ എവിടെയാ മറച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ള സത്യം അറിയിക്കുക. എസ്തപ്പാന്റെ വീട്ടിൽ നിന്ന് നന്ദനെ എങ്ങോട്ടാണ് മാറ്റിയതെന്നും പറയുക. അതുവഴി കാര്യങ്ങൾ എളുപ്പമാക്കാം. നന്ദനും ഋഷിയും എവിടെയാണെന്ന് കണ്ടെത്തുകയും എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ആർക്കും ദോഷം വരാത്ത രീതിയിൽ കേസ് ഒതുക്കി തീർക്കാനും എന്നെ കൊണ്ട് കഴിയും. എന്നെ വിശ്വസിക്കണമെന്ന്